നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. മാർച്ച് 5 മുതൽ 12 വരെയാണ് നടക്കുന്നത്. നീണ്ട 25 വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ജില്ലയ്ക്ക് പുറത്തു നിന്ന്, സംസ്ഥാനത്ത് പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തും. അവരെല്ലാവരും മനസ്സ് നിറഞ്ഞു തന്നെ ഇവിടുന്ന് പോകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകളും ഒരു ആതിഥേയ മര്യാദ കാണിക്കുകയും ഒരു ആതിഥേയനെ മാതിരി അവരെ സ്വീകരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് അവർ മനസ്സ് നിറഞ്ഞു പോകേണ്ടതും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഓരോ ആളുകളും ഓരോ ആതിഥേയനാവുകയും ഓരോ ആതിഥേയനും ഓരോ വളണ്ടിയർ ആവുകയും ഓരോ വളണ്ടിയറും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനായി മാറിക്കൊണ്ട് ഈ നാട്ടിലെ ഈ മഹോത്സവം ഒരു മഹത്തായ ഒരു സംഭവമാക്കി മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ നാട്ടിൽ ഇത്രയും നാളുകൾക്ക് ശേഷം ഈ മഹോത്സവം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ചെറിയൊരു പ്രദേശത്തേക്ക് വരുമ്പോൾ അത് ഒരു ചെറിയ പ്രദേശത്ത് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉത്സവം വളരെ ഭംഗിയായി നടക്കേണ്ടത് നമ്മുടെ ഈ നാട്ടിലെ ഓരോ ആളുകളെയും ഉത്തരവാദിത്തം. നമുക്ക് ഇപ്പോൾ ഒരു ചടങ്ങ് ഇവിടെ കണ്ടു. ആ ചടങ്ങിൽ വിവിധ മതങ്ങളിലുള്ള ആളുകൾ ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെരുങ്കളിയാട്ടം ഒരു മഹാസംഭവം ആവും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ക്രമപ്രശ്നങ്ങൾ, ആ ക്രമപ്രശ്നങ്ങളെല്ലാം ഒന്നുപോലും ഇല്ലാതെ തന്നെ ഈ ഉത്സവത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഈ നാട്ടിലെ ഓരോ ആളുകളും ഈ ഉത്സവം ഒരു ഉത്തരവാദിത്തമായി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ ഉത്സവത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഫെബ്രുവരി 20 മുതൽ ഈ ഉത്സവത്തിൻ്റെ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അഖിലേന്ത്യാ പ്രദർശനം ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഉത്സവത്തിൻ്റെ ഭാഗം പോലെ തന്നെ ആ അഖിലേന്ത്യാ പ്രദർശനത്തെയും കണ്ട് അതും വിജയിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹോസ്ദുർഗ് പോലീസ് സബ് ഡിവിഷൻ്റെ പേരിൽ ഈ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.